തിരുവനന്തപുരം അരുവിക്കരയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. കരക്കുളം സ്വദേശി രഞ്ജിത്താണ് പോലീസിന്റെ പിടിയിലായത്. രഞ്ജിത്തിന്റെ ഭാര്യയായ ചഞ്ചലിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറയുന്നു. പത്തനംതിട്ടയിലെ ഒരു ലോഡ്ജിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ഹെലികോപ്റ്റർ യാത്ര ഒരുക്കി. മൂവാറ്റുപുഴയിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന ത്രിവേണി ഓണം പരിപാടിയുടെ ഭാഗമായാണ് ഹെലികോപ്റ്റർ യാത്ര ഒരുക്കിയത്. പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, PP എൽദോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസംബികം, രജിത P, ജിനു ആന്റണി, ഷഹന മാഹിൻ എന്നിവർ പങ്കെടുത്തു. നമ്മൾ ഇത്രയേറെ എഫേർട്ട് എടുത്ത് വ്യത്യസ്തങ്ങളും വിവിധങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളും പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിലെ ഒരു പ്രധാന ഇവന്റാണ് ഹെലികോപ്റ്റർ ടൂറിസം എന്ന് പറയുന്നത്. മൂവാറ്റുപുഴയിൽ ആകാശ കാഴ്ച കാണുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി. തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായി, ഇതൊരു ഉത്സാഹമായി മാറട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. ടൂറിസം മേഖലയിൽ പുതിയ നവീനമായ ആശയങ്ങളും പുതിയ വൈവിധ്യമാർന്ന ടൂറിസം സങ്കല്പങ്ങളും ഒക്കെ വരുന്ന സമയത്ത് മൂവാറ്റുപുഴയിൽ ഒരു ഹെലികോപ്റ്റർ ടൂറിസത്തിന്റെ സാധ്യത പഠിക്കാനും പരിശോധിക്കാനും അനുഭവിച്ചറിയാനുമുള്ള ഒരു അവസരമാണ് ത്രിവേണി ഓണം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം പാറശാലയിൽ കുളത്തിൽ വീണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 56-കാരൻ മരിച്ചു. ചെങ്കൽ മരിയാപുരം സ്വദേശി അജിത് കുമാറാണ് മരിച്ചത്. തിരുവോണം ദിവസം മരിയാപുരം ഓച്ചക്കുളത്ത് തുണി കഴുകുവാൻ പോയ ഇയാളെ നാട്ടുകാരാണ് കുളത്തിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു.